ഹലോ യൂട്യൂബ്, എല്ലാവർക്കും ഓസോ മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പൊ തമ്മിൽ കണ്ട പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ ഫാഫാസിന്റെ ഒരു ഗംഭീര ചിത്രമായിരുന്നു ട്രാൻസ്. ഫാഫാസിന്റെ നസ്രിയ, ചെമ്പൻ വിനോദ്, ശ്രീനാഥ് ബാസി എന്നിട്ട് വലിയൊരു താരനിര അഭിനയിച്ച് റോഷൻ ആൻഡ്രോസ് വളരെ കാലത്തിന് ശേഷം സംവിധാനം ചെയ്ത ഒരു നല്ല സിനിമ. പക്ഷെ എന്തുകൊണ്ടോ ആ സിനിമയിലൂടെ സംവിധായകൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്തെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് വൈബാണ് ആ സിനിമയ്ക്ക് സംബന്ധിച്ച്. സിനിമ മോശമാണ്, കൊള്ളില്ല എന്നൊക്കെയാണ് ഒരു പൊതുവെ ആൾക്കാരുടെ ഒരു അഭിപ്രായം. ഞാനും ആ സിനിമ കണ്ടു. സ്വാഭാവികമായിട്ടും എനിക്കും അത് മനസ്സിലായില്ല. ആ സിനിമ എനിക്ക് തന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അവനോട് പറഞ്ഞു ഫാസ്റ്റിന്റെ ഒരു പുതിയ സിനിമ വന്നിട്ടുണ്ട്, നീ ഒന്ന് കണ്ടു നോക്കും. ഞാൻ ആ മൊബൈലിൽ ഷെയർ ചെയ്ത് മേടിച്ചു. സിനിമ കണ്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. ആകെ മനസ്സിലായത് ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ കളിയാക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് മനസ്സിലായി. അതാണ് കൂടുതലൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിലൊക്കെ കയറി ആ സിനിമയുടെ റിവ്യൂസ് കാണാൻ തുടങ്ങി. അപ്പൊ റിവ്യൂസ് കണ്ടു കഴിയുമ്പോൾ പല ചാനലിലുള്ള റിവ്യൂസ് കണ്ടപ്പോൾ മനസ്സിലായി അത് വെറും ഒരു സാധാരണ സിനിമയല്ല, കുറച്ച് ചിന്തിക്കാനും വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് മനസ്സിലായി. അപ്പൊ എന്താണ് ആ സിനിമയിലൂടെ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവണല്ലോ. വെറുതെ ഒരു സിനിമ കണ്ടാൽ മാത്രം വരല്ലോ. അപ്പൊ എന്താണ് ആ സിനിമയിലൂടെ സംവിധായകൻ ഉദ്ദേശിച്ചെന്ന് പറയും. ട്രാൻസ് എന്ന ടോപ്പിക്കിനെ പറ്റി ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അതിനെപ്പറ്റി അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ആ സിനിമ കണ്ടപ്പോഴും ശരിക്കും അതൊരു ഗംഭീര സിനിമയാണ്. നമ്മൾ ആ ഒരു ഐഡിയ, ട്രാൻസ് എന്നൊരു ഐഡിയ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് ആ സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആ സിനിമ ഇഷ്ടപ്പെടും, അത് മനസ്സിലാവും. ഇത് തന്നെയാണ് ഈ സിനിമ കണ്ട ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ഈ ട്രാൻസ് എന്ന ടോപ്പിക്കിനെ പറ്റി ആർക്കും ഒരു ധാരണയില്ല. അപ്പോ എന്താണ് ട്രാൻസ് എന്നതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ. അപ്പൊ എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ. ഈ ട്രാൻസ് എന്നൊരു വിഷയം സംസാരിക്കാനായിട്ട് ഈ ഒരു വീഡിയോ പോരാ, കാര്യം അത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. എന്നാലും കുറച്ച് ലെങ്തി ആയാലും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ എന്താണ് ട്രാൻസ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേകതര അവസ്ഥയാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് എന്നൊരവസ്ഥ എല്ലാ മനുഷ്യരിലും, ഇപ്പൊ ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാ മനുഷ്യരിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. നമ്മൾ പാരമ്പര്യമായിട്ട് മനുഷ്യർക്കെല്ലാം കിട്ടിയ വന്നൊരു കാര്യമാണ് ഈ ട്രാൻസ് എന്നൊരവസ്ഥ. നമ്മൾ എല്ലാവരും ആ ഒരു അവസ്ഥയോടെ കടന്നു പോയിട്ടുണ്ട്. ഈ ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് ഞാൻ പറയാം. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ട്രാൻസ് എന്നൊരവസ്ഥ ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കാഴ്ച. കാഴ്ചയിലൂടെ നമുക്ക് ട്രാൻസ് എന്നൊരവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു സിനിമ കാണും. സിനിമ കണ്ടു കഴിയുമ്പോഴും നമ്മളിൽ പലർക്കും ആ സിനിമയിലെ പല കഥാപാത്രങ്ങളും ആണെന്നൊരു തോന്നലുണ്ടാവും. കുറച്ചു നേരത്തേക്ക് നമ്മൾ ആ കഥാപാത്രമായി മാറാറുണ്ട്. അത് ട്രാൻസ് എന്നൊരവസ്ഥയ്ക്ക് വളരെ ഉദാഹരണമാണ്. പിന്നെ ആ സിനിമയിലെ പല രംഗങ്ങളും നമ്മളെ കരയിപ്പിക്കാറുണ്ട്. അതും ട്രാൻസ് എന്ന ഉദാഹരണം. നമുക്കറിയാം ആ സിനിമ നമ്മളോട് യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയ ആക്ടിങ് ആണ് എന്നൊക്കെ അറിയാമെങ്കിൽ കൂടി നമ്മൾ ആ സിനിമയുടെ ഒരു ഭാഗമാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കഥാപാത്രമായി മാറാറുണ്ട്. അത് ട്രാൻസ് എന്നൊരു അവസ്ഥയ്ക്ക് വളരെയധികം ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തെ കാഴ്ചയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ചില പ്രത്യേകതരം ചിത്രങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേകതരം പാറ്റേൺസ്. പാറ്റേൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹിപ്നോട്ടിസം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യേകതരം പാറ്റേൺസ് ഉണ്ട്. ചില ഷേപ്പിലുള്ള, ചില കളർ കോമ്പിനേഷനുള്ള അത്തരം ചിത്രങ്ങളിലേക്ക് നമ്മളൊരു പർട്ടിക്കുലർ ടൈം നോക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വേറൊരു ലെവലിലേക്ക് എത്താറുണ്ട്, ഒരു അൺകോൺഷ്യസ് ലെവലിലേക്ക്. അത് ട്രാൻസ് എന്ന അവസ്ഥ കൊണ്ടാണ്. നമ്മൾ ആ ഒരു ട്രാൻസ് എന്ന അവസ്ഥയിൽ എത്തുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഇത്തരം ചിത്രങ്ങൾക്കും നമുക്ക് ട്രാൻസ് എന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രത്യേക അനുഭൂതി അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാഴ്ചയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ചില പ്രത്യേകതരം വർണ്ണങ്ങൾ, ലൈറ്റുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവപ്പ് നിറം. ഈ ചുവപ്പ് നിറം അല്ലെങ്കിൽ അത്തരം ലൈറ്റുകളിൽ കണ്ടിന്യൂസ് നമ്മൾ നോക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ലൈറ്റുകളുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ കുറച്ച് നിൽക്കുമ്പോഴോ നമുക്ക് ട്രാൻസ് എന്നൊരവസ്ഥയിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ല
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചില നിശാ പാർട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ പാർട്ടിയിൽ പങ്കെടുക്കുന്ന പല ആൾക്കാരും അല്ലെങ്കിൽ ഡ്രഗ്സോ അല്ലെങ്കിൽ മദ്യമൊക്കെ ഉപയോഗിച്ചിട്ടോ ഉള്ള ആൾക്കാരായിരിക്കും. എന്നിട്ട് ഈ ലൈറ്റൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേക ഉന്മാദ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഇത് ട്രാൻസിന്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ അടുത്ത കാഴ്ചയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകതരം പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ കാണപ്പെടും നമ്മൾ ട്രാൻസിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ നമുക്ക് ആർക്കും അറിയത്തില്ല ഇത് ട്രാൻസ് ആണെന്ന് അറിയത്തില്ല. അതാണ് എന്റെ പ്രധാന കാരണം. ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ശബ്ദമാണ് അല്ലെങ്കിൽ കേൾവി. കേൾവിയിലൂടെ എങ്ങനെയാണ് ട്രാൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളെല്ലാവരും മണിച്ചിരുത്താഴ് എന്നൊരു സിനിമ ഉണ്ടാകും. അപ്പൊ അതിനകത്ത് ശോഭന ചെയ്തൊരു ക്യാരക്ടർ ട്രാൻസ് എന്നൊരവസ്ഥയിൽ എത്തുമ്പോൾ അതിന്റെ കാരണങ്ങൾ തേടി പോകുന്ന മോഹൻലാലിന്റെ കഥാപാത്രം ചെന്നെത്തുന്നത് ശോഭനയുടെ കുട്ടിക്കാലത്താണ്. അപ്പൊ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് കേട്ടു വളർന്ന മുത്തശ്ശി കഥകൾ ശോഭനയുടെ മനസ്സിനെ വളരെയധികം സ്പർശിച്ചു. അവിടെ കാര്യം പറയുന്നത് കഥകൾ, അതായത് നമ്മൾ കേട്ട് വളരുന്ന കഥകൾ, ആ കഥകൾക്ക് നമുക്കുള്ളിൽ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പറ്റും. അപ്പൊ ഈ കഥകളിലൂടെ നമ്മൾ ആ കഥകളിലെ കഥാപാത്രങ്ങളെ ആ ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന കാര്യം കഥകളാകട്ടെ ഇപ്പോ പഴഞ്ചൊല്ലുകളോ എന്തെങ്കിലും ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക തരം പാട്ടുകൾ, ചില പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള, ചില പ്രത്യേക താളത്തിലുള്ള DJ പോലുള്ള പാട്ടുകൾക്ക് ട്രാൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റും. അടുത്തൊരു എക്സാമ്പിൾ പറയുമ്പോൾ ചില പ്രത്യേക സൈറനുകൾ, ആംബുലൻസ് പോലുള്ള വാഹനങ്ങളുടെ ശബ്ദങ്ങൾ, ചില ചെണ്ടമേളം പോലുള്ള വാദ്യോപകരണങ്ങളുടെ ശബ്ദങ്ങൾ തുടങ്ങിയവയെല്ലാം ട്രാൻസ് എന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള മന്ത്രോച്ചാരണം അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള മന്ത്രങ്ങൾ. അപ്പൊ ഇത്തരം മന്ത്രോച്ചാരണത്തിലൂടെ നമുക്ക് ഒരു പ്രത്യേക ഉന്മാദാവസ്ഥ, അത് നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പാസ്റ്റർമാരൊക്കെ ചില പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാവരുടെ കൂട്ടത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ അമ്പലങ്ങളിലൊക്കെ ചില പ്രത്യേക മന്ത്രോച്ചാരണം ആ ഒരു സമയത്ത് നമുക്ക് ഒരു മനസ്സിന് പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പൊ ഇതും ട്രാൻസിന്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ കാഴ്ചയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേൾവിക്ക്. കേൾവിയിലൂടെ നമുക്ക് ട്രാൻസിന്റെ അവസ്ഥയിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ പറ്റും. ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ശ്വസനത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഗന്ധത്തിലൂടെ. അതിന് ഒരു ഉത്തമ ഉദാഹരണം പറയുന്നത് അഗർബത്തി അല്ലെങ്കിൽ അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുന്നുണ്ടാകുന്ന പോവുക, പിന്നെന്തോ അത്തർ പോലുള്ള ശരീരത്തെ കുറിച്ച് ലേപനങ്ങൾ, കഞ്ചാവ്, സിഗരറ്റ് പോലുള്ള കത്തിച്ച് വലിക്കാവുന്ന ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയവയിലൂടെയുള്ള പുക അല്ലെങ്കിൽ അതിന്റെ ഗന്ധം നമ്മുടെ ഈ ഒരു ട്രാൻസ്മിറ്റ് അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. നമ്മൾ ചില ചന്ദനത്തിലേക്ക് നമ്മൾ പോയി ശ്വസിക്കുമ്പോൾ നമുക്കൊരു കിക്ക് കിട്ടാറുള്ള പലരും പറയാം. അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുമ്പോൾ, സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഉന്മാദ അവസ്ഥ കിട്ടാറുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ട്രാൻസ്. നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നത്, നമ്മൾ ആ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഇത്തരം വസ്തുക്കളുടെ പുക നമ്മൾ ശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് ബ്ലഡി കളഞ്ഞിട്ട് തലച്ചോറിലെത്തിയിട്ട് അത് അവിടെ ഒരു പ്രത്യേക അവസ്ഥ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ ശ്വസനത്തിലൂടെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ്. അടുത്ത നാലാമത്തെ ഒരു മെത്തേഡ് ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ കഴിക്കുന്ന വസ്തുക്കൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മദ്യം, ചില പ്രത്യേകത പോയിസണസ് ആയിട്ടുള്ള ഫുഡുകൾ, ലൈറ്റ് പോയിസണസ് ആയിട്ടുള്ള ചില പ്രത്യേകത ഡ്രഗുകൾ. ഇത്തരം വസ്തുക്കളൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മന്ദത അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉന്മാദാവസ്ഥ. പ്രധാനമായിട്ടും മദ്യം കഴിക്കുന്ന പല ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഈ മദ്യം കഴിച്ചാൽ എന്താണ്. അപ്പൊ കുറച്ച് നേരത്തേക്ക് ഒരു നല്ലൊരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു കിക്ക് എന്നവർ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ, ഇതാണ് ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കഴിക്കുന്ന വസ്തുക്കളിലൂടെയാണ് നമുക്ക് ആ ഒരു ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ. നമ്മൾ പൂർവികരായിട്ടുള്ള സന്യാസിമാര് വർഷങ്ങളോളം തപസ്സിരുന്നിട്ട് ഒരു വേറൊരു ലോകത്തെത്തുന്നതായിട്ടൊക്കെ കഥകളോട് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഇപ്പൊ നമ്മൾ തന്നെ 1-2 മണിക്കൂർ മെഡിറ്റേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ
നമ്മുടെ മൈൻഡ് വേറൊരു ലെവലിൽ എത്തുന്നത്. കാരണം നമുക്ക് നമ്മുടെ മൈൻഡിനെ ഏതൊരു തരത്തിലോട്ട് വിടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അത് നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടോ ആ ഒരു അവസ്ഥ? അപ്പൊ അതും ട്രാൻസ് എന്നൊരു അവസ്ഥയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇതെല്ലാം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടി വന്ന കാര്യങ്ങളാണ്. എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ഒക്കെ ഉള്ള പോലെ എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് ഈ ട്രാൻസ് എന്നൊരു അവസ്ഥ. നമ്മളെല്ലാവരും അത് അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റത്തില്ല ഈ നമ്മൾ ട്രാൻസ് എന്നൊരു അവസ്ഥയിലാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ പ്രധാന കാരണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മത ആചാരങ്ങൾ. ഇത് നമ്മുടെ ഉള്ളിൽ ട്രാൻസ് എന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഈ ആചാരങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ട്രാൻസ് എന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില അമ്പലങ്ങളിലൊക്കെ ചില ആൾക്കാർ വ്രതമെടുത്ത് ദൈവത്തിന്റെ തന്നെ ആൾക്കാർ എന്ത് ചെയ്ത് വ്രതമെടുത്ത് ചില ചടങ്ങുകളൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ ഉത്സവത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ദീപാവലിയുടെ സമയത്തൊക്കെ എന്താണ് ഇത്തരം ആൾക്കാർ ഉറഞ്ഞു തുള്ളാറുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ദൈവം ഉള്ളിൽ വന്നതാണെന്ന് വിചാരിച്ച് അവരെയൊക്കെ തൊഴുതു വണങ്ങാറുണ്ട്. പക്ഷെ ഇതൊരു ട്രാൻസിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ആ സമയത്ത് അവരുടെ ഉള്ളിൽ അവരുടെ ബോധ മനസ്സിൽ അവരാ ദൈവമായി മാറുകയാണ്, അവരല്ലാണ്ടായി മാറുകയാണ്. അത് കുറെ അനുബന്ധ കാര്യങ്ങളുണ്ട്. ആ അന്തരീക്ഷം, സാഹചര്യങ്ങൾ എല്ലാം അതിന് അനുകൂലമായിരിക്കും. ആ ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ആ സമയത്ത് ആ വ്യക്തി ട്രാൻസ് എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ കണ്ടു നിൽക്കുന്ന നമുക്ക് എന്താണ് തോന്നുന്നത്? ആ വ്യക്തി ദൈവമായി മാറി, അല്ലെങ്കിൽ ദൈവം ആ വ്യക്തിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ചേഞ്ചാണ്, ട്രാൻസ് എന്ന അവസ്ഥയിലേക്ക് മാറുന്നതാണ്. അപ്പൊ എന്താണ് ഇവയ്ക്ക് കൂടാതെ തന്നെ ചില പേടിപ്പെടുത്തുന്ന കാഴ്ചകള്, ദീർഘമായ ഉറക്കം, അല്ലെങ്കിൽ ചില അസുഖങ്ങള്, ചില മരുന്നുകളുടെയൊക്കെ പാർശ്വഫലങ്ങള് തുടങ്ങി പല പിന്നെന്തോ ഹിപ്നോട്ടിസം, അങ്ങനെ പല കാരണങ്ങളും നമ്മുടെ ഈ ഒരു ട്രാൻസ് എന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥ അല്ലെങ്കിൽ ഒരു വ്യതിയാനം, അതാണ് ട്രാൻസ്. ഈ ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. നീ ഈ ട്രാൻസ് നമ്മുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും ഈ ട്രാൻസ് എന്താണ്. അത് ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളിപ്പോൾ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരപരമായിട്ട് വ്രതം അനുഷ്ഠിക്കുന്ന ചില ആൾക്കാർ ഉറഞ്ഞു തുള്ളും നമ്മൾ കണ്ടെത്തുന്നു. അപ്പൊ ഇത് ട്രാൻസിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ആ ഒരു സമയത്ത് അവരല്ലാണ്ടായിട്ട് ആ ദൈവം ആണ്, അവര് ദൈവമാണെന്നൊരു തോന്നൽ അവര് മനസ്സിലുണ്ടാവുകയാണ് ചെയ്യും. അപ്പൊ ഇത് ട്രാൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. നമ്മളെ പല കാര്യലബ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല ആരാധനാലയങ്ങളിൽ പോകാറുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ മന്ത്രോച്ചാരണങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ പല പൂജകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് അതിലേക്ക് ലയിച്ച് നമ്മൾ വേറൊരു ലോകത്തെത്താറുണ്ട്. ഇതും ട്രാൻസ് എന്നൊരു അവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ പല ആശയങ്ങളും നമ്മൾ പല മന്ത്രവാദികളെയും അല്ല അങ്ങനെയുള്ള ആൾക്കാരെ ദിവ്യമാരെയും പോയി കാണുമ്പോൾ അവർ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് പരിഹാരം എന്നതിലേക്ക് ചിലപ്പോൾ നമ്മുടെ വടി കൊണ്ട് കഴിക്കുകയോ നമ്മുടെ തല പിടിച്ച് കൊടുക്കുകയോ ഈ മന്ത്രങ്ങളൊക്കെ ഒരുപാട് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു അബോധാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇതും ട്രാൻസ് എന്നൊരു അവസ്ഥ എക്സാമ്പിളാണ്. പിന്നെ ബാധ ഒഴിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ട്രാൻസ് ആണ്. പിന്നെ അസുഖം വരുമ്പോൾ എന്താണ് പ്രാർത്ഥിച്ച് രോഗശാന്തി നേടാൻ എന്നൊക്കെ പറഞ്ഞ ചില കൂട്ടരുണ്ട്. ഇതെല്ലാം ട്രാൻസിന്റെ ഭാഗമായിട്ടുള്ള ചില തട്ടിപ്പുകളാണ്. പിന്നെ നമ്മൾ എന്താണ് പെട്ടെന്ന് ആക്സിഡന്റ് കാണുമ്പോൾ നമ്മൾ കുറച്ചു നേരം ബ്ലാങ്ക് ആയിട്ട് പേടിച്ചരണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അത് ട്രാൻസ് ആണ്. മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ടിരിക്കുന്ന ചില ആൾക്കാർ അവർ വേറെ ലോകത്ത്. അത് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്. അപ്പൊ പുള്ളിയുടെ വീടിനടുത്ത് ഒരാൾ മരത്തിനടുത്ത് താഴെ ചാടിയ ആളെ വീട് കാലികയെ കൊടിഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ചോദിച്ചു, എന്തിനാ നീ മരത്തിൽ ചാടിയത്? പറഞ്ഞു, ഡോക്ടറെ ഞാനിങ്ങനെ കഞ്ചാവ് വലിച്ചിട്ട് മരത്തിൽ ഇരുന്നപ്പോ മരത്തിന്റെ ചില്ല താന്ന് തറയിൽ മുട്ടുന്ന പോലെ തോന്നി. അപ്പൊ തറയിൽ മുട്ടിയ ചില്ലയിൽ ഞാൻ സ്വാഭാവികമായിട്ട് തറയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇതാ ആളുടെ മനസ്സിലുണ്ടായ തോന്നലാണ്. ഇതുപോലെ തന്നെയാണ് മദ്യം ഉപയോഗിക്കുന്നത്. കുറച്ചു നേരത്തേക്ക് നമുക്കൊരു ഉന്മാദ അവസ്ഥ, അത് ട്രാൻസിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ വളരെ നേരം ഉറങ്ങി നല്ല ദീർഘമായ ഉറക്കത്തിൽ നമ്മൾ മനസ്സ് വേറൊരു ലെവൽ എത്താറുണ്ട്. അവിടെ നമുക്ക് എന്ത് ഗുണം ചെയ്യാം, അമാനുഷ്യ ശക്തി കിട്ടും, നമ്മൾ മറ്റൊരാളായി മാറും. അതും ട്രാൻസ് എക്സാമ്പിൾ. പിന്നെ ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ
നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചേഞ്ച്, അതും ട്രാൻസിന്റെ എക്സാം. അപ്പൊ ഇങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ട് ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ അറിയാറുണ്ട്. പക്ഷേ ഈ ഒരു ട്രാൻസ് എന്നത് മനുഷ്യന് സ്വാഭാവികമായിട്ടും പാരമ്പര്യമായിട്ട് കിട്ടിയൊരു കാര്യമാണ്. അതിനെ പലപ്പോഴും ഈ ഒരു കാര്യത്തെ നമ്മൾ അറിയാണ്ട് തന്നെ പലരും മുതലെടുക്കുന്നുണ്ട്. അവരാണ് ഈ ദിവ്യന്മാര്, അത്ഭുത സിദ്ധിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത്ഭുതം കാണിച്ച് രോഗശാന്തി നേടാം, അങ്ങനെയുള്ള കുറെ തട്ടിപ്പുകാരുണ്ടല്ലോ. അവരെല്ലാം ഈ ഒരു ട്രാൻസിന്റെ അവസ്ഥ മുതലെടുക്കുന്നു. അവർ കുറച്ച് ഈ ഒരു ട്രാൻസിന്റെ കൂടെ കുറച്ച് മാജിക്കോ അല്ലെങ്കിൽ കുറച്ച് മന്ത്രങ്ങളോ എന്താണ് നമ്മുടെ മതത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലൊരു തോന്നലുണ്ടാക്കാൻ പറ്റും, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു തോന്നലിനെയാണ് അവർ മുതലെടുക്കുന്നത്. ആ ഒരു കാര്യമാണ് ഈ സിനിമയിൽ സംവിധായകൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ സിനിമയിൽ ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ കഥാപാത്രം ഫഹദ് ഫാസിൽ ചെയ്ത ആ കഥാപാത്രം വളരെ പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞൊരു കഥാപാത്രമാണ്. അയാളൊരു മോട്ടിവേറ്റീവ് സ്പീക്കറാണ്. അയാളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ അവസാനം അയാൾക്കൊരു വഴി കിട്ടുന്നു, ഒരു പാസ്റ്റർ ആയിട്ടുള്ള ജോലി കിട്ടുന്നു. അപ്പൊ ആ പാസ്റ്റർ ആയിട്ട് തന്നെ കിട്ടുമ്പോൾ അയാള് ജീസസ് ആണ് എന്നൊരു തോന്നലായിരിക്കും മനസ്സിലുണ്ടാകുന്നത്. അയാളുടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ ഈ തോന്നൽ അയാൾ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യണം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സജസ്റ്റബിലിറ്റി. ചില ആൾക്കാർ ചില കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് മതി, അവർ പെട്ടെന്ന് അതിന് അഗാധമായിട്ടൊക്കെ വിശ്വസിച്ചു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളെ വിശ്വസിക്കും. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് എന്ന് പറയാണ്, എന്താണ് എടാ ഇങ്ങനെ സ്ഥലത്ത് ഒരു മന്ത്രവാദിയുണ്ട്, നീ ഒന്ന് പോയി കണ്ടാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. ഞാൻ എഴുതി കേട്ടിട്ട് അവിടെ ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ട്രാൻസ്മെന്റ് അവസ്ഥയ്ക്ക് അനുയോജ്യമായ സിറ്റുവേഷൻ ആയിരിക്കും. അവിടെ പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫോട്ടോ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക അവസ്ഥ. നമ്മൾ ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അയാൾ ഒന്നുകിൽ നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ ഈ ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള പല ട്രിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ദിവ്യന്റെ ശക്തി കൊണ്ട് ആയതാണ്. അതിനാവാനുള്ള പ്രധാന കാരണം ഈ സജസ്റ്റബിലിറ്റി. നമ്മുടെ മനസ്സിൽ ഈ ഒരു ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ആൾക്കാർക്ക് ട്രാൻസ് വളരെ പെട്ടെന്ന് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രാൻസിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും, ഇത്തരം തട്ടിപ്പുകയും ചെയ്യും. എന്നാൽ ഈ ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. എത്ര ശ്രമിച്ചു അവരുടെ മനസ്സിലറിയാം അവരിങ്ങനെയുള്ള തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വൈശ്യങ്ങളായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിന് വീഴത്തില്ല എന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റും. അതിന് എക്സാമ്പിൾ ചില ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില മന്ത്രവാദികളുടെയൊക്കെ ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ പൊളിച്ചടിയ ആൾക്കാരെ, അവർ ഈ ഒരു എന്താണ് സജസ്റ്റബിലിറ്റി എന്നൊരു ഫാക്ടർ വീഴാത്ത ആൾക്കാരാണ്. അപ്പൊ അത്തരം ആൾക്കാർക്ക് ഇതൊന്നും ഒരു ട്രാൻസ് എന്നൊരു കാര്യം ബാധകമില്ല. ഇവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്തു തരാം. അല്ലാതെ സജസ്റ്റബിലിറ്റി കൂടിയ ആൾക്കാരുണ്ട്. അതായത് അവർക്കെന്ന് വെച്ചാൽ ടെൻഡൻസിയാണ്, അവർക്ക് ആ ഒരു ട്രാൻസ് എത്താനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരു പക്ഷേ ഒരു സാഹചര്യം, ആ ഒരു സ്മെല്ല്, കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ഇതെല്ലാം കിട്ടി കഴിഞ്ഞാൽ അവർ ആ ഒരു ട്രാൻസിലോട്ട് പോകാറുണ്ട്. നമ്മൾ ഒരു മന്ത്രവാദിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് എന്താണ് നമ്മൾ ഫിസിക്കലായിട്ട് കൈയൊക്കെ വെച്ച് തലയൊടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ വടി വെച്ച് ഒഴിക്കുക ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഒരു ട്രിക്കാണ്, അവരുടെ ട്രാൻസിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള ഒരു ട്രിക്കാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയില്ല. ഇത് എവിടെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത്, അവർ നമ്മളെ ചൂഷണം ചെയ്ത്. ഇവർക്ക് പ്രത്യേകിച്ച് നമ്മളെ പോലെ മനുഷ്യരാണ്, അവർക്ക് പ്രത്യേകിച്ച് സിദ്ധിയോ കഴിവുകളൊന്നുമില്ല. നമ്മുടെ തന്നെ മനസ്സിലുള്ള ചില കഴിവുകൾ അവർ ചൂഷണം ചെയ്ത് അവരത് പണം സമ്പാദിക്കാനുള്ള മാർഗമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ സിനിമയിലും സംവിധായകൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു അസുഖം വന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ട, ഹോസ്പിറ്റലിൽ പോവുക, അതിനുള്ള ചികിത്സ ചെയ്യുക, മരുന്നെടുക്കുക, ആകെ ചെയ്യണം. അല്ലാണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക്. പക്ഷെ ഒരിക്കലും പ്രാർത്ഥന എന്ന് പറയുന്നൊരു പൂർണ്ണ പരിഹാരമല്ല. നമുക്കൊരു വശത്ത് നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു മരുന്ന് കൊണ്ട് മാത്രമേ രോഗം ഭേദമാവത്തുള്ളൂ. നേരത്തെ പറഞ്ഞ കണക്ക് കൂട്ടത്തിലുള്ള മന്ത്രോച്ചാരണം, ഉച്ചത്തിലുള്ള സൗണ്ടുകൾ ചില ആൾക്കാർ ട്രാൻസ് ഉണ്ട്. അപ്പൊ ഈ സിനിമയിൽ കാണിക്കുന്ന പശ്ചാത്തലത്തില് ആ ഒരു പ്രാർത്ഥന യോഗത്തിൽ പല ആൾക്കാരും ബോധംകെട്ട് വീഴുന്ന ഒരു കാര്യം വെച്ചാൽ അവർക്ക് സജസ്റ്റബിലിറ്റി കൂടിയ ആൾക്കാർ, ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ, അവരെ മനസ്സിൽ വന്ന ഈ ഒരു പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് രോഗശാന്തി അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും എന്നൊരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. ഒരു സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു പാസ്റ്റർ സ്ഥാനത്തിൽ നമ്മൾ ഉച്ചത്തിൽ യേശുവിനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിനെ വിളിക്കുമ്പോൾ മന്ത്രോച്ചാരണം ചെല്ലുമ്പോൾ
അവർ ആ ഒരു ലെവലിലോട്ട് എത്തുവാണ്. അപ്പോൾ അവരുടെ മൈൻഡ് വേറെ ലെവലിലോട്ട് എത്തുവാണ്. അതാണ് ഈ സിനിമയിൽ ഒരു സംവിധായകൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസ് എന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നതിന് ശേഷം നമ്മൾ ഈ സിനിമ കാണുവാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് സിനിമ മനസ്സിലാവും. കാര്യം ആ സിനിമയിൽ ഫഹദ് ഫാസിൽ വരുന്ന പല സന്ദർഭത്തിലും സിനിമയുടെ കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്ന പ്രത്യേകത ചുവപ്പ്, ഒരു കടും കളർ പലപ്പോഴും കാണാൻ പറ്റും. പിന്നെ പലപ്പോഴും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാണാറുണ്ട്. പിന്നെ ഉച്ചത്തിലുള്ള പ്രാർത്ഥന, സൗണ്ടുകൾ, ചില അനിമേഷനുകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ആ ട്രാൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ട്രാൻസ് എന്ന അവസ്ഥയിൽ എത്തും. അതിന് പിന്നെ ആളുടെ ഒരു കപ്പാസിറ്റി, ഒരു ഇൻഫ്ലുവൻസ്, എത്രത്തോളം ആള് വീഴുന്നു എന്ന് നോക്കാം. അതാണ് സസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ് എന്ന ഈ ടോപ്പിക്കിൽ മോശമാകാത്ത ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.